ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 18. പശു വളർത്തുമൃഗമാകുന്നു. അപ്പോ മോഹനേട്ടൻ ഒരു പശുവിനെ വാങ്ങും. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവർത്തിച്ച് കാണിക്കണം. എന്താ പ്രവർത്തിച്ചാല്? ഈ മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ ഒരു പശുവിനെ വാങ്ങാൻ പുല്ല് മേടിക്കാനൊക്കെ പറ്റും, പക്ഷെ വളർത്തണ്ടേ? പുല്ലും വൈക്കോലും വെള്ളവും പിണ്ണാക്കും ഒക്കെ കൊടുക്കണ്ടേ? പാല് കറക്കണ്ടേ? അതാര് ചെയ്യും? ഒരു പശുവിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചന്തയിൽ പോയാ മതി. പക്ഷെ ബാക്കി കാര്യങ്ങളോ? എന്താ? പശുവിനെ വീട്ടിൽ കൊണ്ടുപോവുക, അത്യാവശ്യം തീറ്റ കൊടുക്കുക, രാവിലെ എഴുന്നേറ്റ് കറക്കുക, അത്രയല്ലേ ഉള്ളൂ. മാസം 10,000 രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു പശുവിനെ വെറും 15,000 രൂപയ്ക്ക് അയാൾ വിൽക്കുന്ന എന്തിനാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ പശു വീട്ടിൽ വരണമെന്ന് വിചാരിച്ചോ നീ? ഇത് കണ്ട 25 ലിറ്റർ. എത്ര? 25 ലിറ്റർ പശു തരുന്ന പാല പാല് തരുന്ന പശു. നാളെ മുതൽ ഈ മോഹനകൃഷ്ണൻ എന്തൊക്കെ ചെയ്യാൻ കണ്ടോ നീ? ഇനിയിപ്പോ പശുവിനെ നോക്കാൻ ഒരാള് വേണ്ടേ? എന്തിന്? രാവിലെ എഴുന്നേറ്റ് മോഹനേട്ടൻ തന്നെ പശുവിനെ കറക്കും, പാല് കൊണ്ടുപോയി വിൽക്കും. രാവിലെ ഓഫീസിൽ പോകുമ്പോ പശുവിനെ കൂടെ കൊണ്ടുപോകും. വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ പശുവിനെ മേയാൻ വിടും. വൈകുന്നേരം പശുവിനുള്ള അത്താഴവുമായിട്ട് രണ്ടുപേരും കൂടി തിരിച്ചു വരും. എന്തായാലും മോഹനേട്ടനും പശുവും കൂടി നെഞ്ചു വിരിച്ച് റോഡിലൂടെ നടക്കുന്ന കാണാൻ എന്നാ ഒരു ചേലായിരിക്കും എന്റെ. നീ പറഞ്ഞ ഞാൻ കേട്ടു. ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്നോടുള്ള പുച്ഛം ഇന്നത്തോടെ തീരും. ഒന്നും രണ്ടുമല്ല, 25 ലിറ്റർ പാൽ തരുന്ന കാമധേനോട് അപ്പുറത്തേക്കുന്നത്. രൂപ 18,000 ആയിരം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാശ് എത്ര നീ കണ്ടോ? കണ്ടാ മതി. ലക്ഷ്മോളെ വന്നേ. നാളെ മുതൽ പശുവിനെ കുളിപ്പിക്കുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് മോളാണ്. ഞാനോ? എന്താ നീ ചെയ്താല്? നിനക്ക് ഈ വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ജോലിയൊക്കെ കൃത്യമായി ചെയ്താൽ എല്ലാ മാസവും 1-ാം തീയതി മോൾക്ക് ഈ ഏട്ടൻ ഒരു ഐസ്ക്രീം ഗോളടിച്ചു. ഐസ്ക്രീം അല്ല, ആനയെ വാങ്ങി തരാന്ന് പറഞ്ഞാലും ഈ പണിക്ക് ഞാനില്ല. പഠിക്കാനുള്ളത് പഠിക്കാൻ പോലും നേരെയില്ലാത്ത ഞാൻ ഇനി പശുവിനെ കുളിപ്പിക്കാൻ പോകുന്നു. അവൾക്ക് ധിക്കാരം. ഒക്കെ നിന്നെ കണ്ട് പഠിച്ചതാ. ഇതൊന്നും കാര്യാക്കണ്ട മോഹനേട്ടാ. മോഹനേട്ടൻ എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കണം. അപ്പോ പശുവിനെ കൂടെ അങ്ങോട്ട് കുളിപ്പിച്ചാ മതി. കുളിക്കുമ്പോൾ ഒരു കമ്പനിയുള്ളത് നല്ലതാ. പുല്ലേ പശുവിന്റെ കൂടെ കുളിച്ചെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നാളെ ഞാൻ കുളിപ്പിക്കും പശുവിനെ. നല്ലതല്ലേ? നിന്റെ മുഖത്ത് ജന്മനാവുള്ള ഈ പുച്ഛമുണ്ടല്ലോ, നാളെ നേരം വെളുക്കുമ്പോ ഇതുണ്ടാവില്ല. നാളെ മുതൽ ഇവിടെ പാലൊഴുക്കും. തെറ്റി വീടല്ലേ? അമ്മേ, നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ. നിന്റെ ഈ അഹങ്കാരം ഞാൻ തീർത്തേ. ഹലോ. ഉത്തമ, ഇത് ഞാനാ. എന്താ സാറേ പറയണം? നേരം വെളുത്തു, പശുവിനെ കറക്കണ്ടേ? വേണം. എന്നാ ഉത്തമം വേഗം വാ. ഞാനോ? അയ്യോ, എനിക്കാ പരിപാടി എന്ന് പറഞ്ഞൂടെ? എനിക്കും അറിയില്ലല്ലോ. ഉത്തമം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായി. സാറേ, ഇന്നെനിക്ക് തീരെ സമയമില്ല. ഇന്ന് രാവിലെ 7:30 നമ്മുടെ PWയുടെ ബീരാ സാറിന്റെ വീട്ടിൽ ഗ്യാസ് എത്തിക്കണം. ഇപ്പൊ തന്നെ ഏതാണ്ട് മണി 7 ആയി. അയ്യോ, എന്നാലും ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലോ സാറേ, ആ വക്കീലും ലക്ഷ്മിയൊക്കെ ഇല്ലേ അവിടെ? നിങ്ങൾ എല്ലാവരും കൂടി ഒരു ആഘോഷമായിട്ട് അങ്ങ് കറന്നാ മതി. അല്ല, ഈ പശു തൊഴിച്ചാലോ? എന്റെ സാറേ, 3 പേരും കൂടി നോക്കിയാൽ ഒരു പശുവിനെ നിലയ്ക്ക് നിർത്താനാണോ പാട്? ഞാൻ വൈകിട്ട് വരാം. അപ്പൊ ഫസ്റ്റ് കറവ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ. ഭാമേ, 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 വാ.
എങ്ങോട്ടാ രാവിലെ? മോഹനേട്ടന്റെ വെള്ളം കോരാൻ പോകണം. വെള്ളം കോരാനോ? ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നീ മറന്നോ? ഇന്നെന്താ പ്രത്യേകത? രാവിലെ പശുവിനെ കറക്കണ്ടേ? ബക്കറ്റിലോ? വേറെ 25 ലിറ്റർ പാത്രം എവിടെ ഇരിക്കുന്നു? നീ വാ. പൊന്നു സാറേ, ഞാനില്ല. ഇന്നലെ പറഞ്ഞതാണ് ഈ പണിക്ക് ഞാൻ കൂടില്ല. ഇല്ല. സാറിന്റെ പശു, സാറിന്റെ പാല്, ഞാനില്ല. ഓ, അപ്പൊ മോഹനകൃഷ്ണനെ തോൽപ്പിക്കാനാണ് പരിപാടി. ലക്ഷ്മി, ഞാൻ തീരെയില്ല. ഇല്ലെന്ന് പറഞ്ഞ? ഇല്ലെന്ന് പറഞ്ഞ ഇല്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഓഹോ, മോഹനകൃഷ്ണനെ തോൽപ്പിക്കാൻ കൂട്ടം കൂടി ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കൊരാളുടെ സഹായം വേണ്ട. പാല് കുടിക്കാൻ നീ കാത്തിരുന്നോ? ഒരു തുള്ളി ഞാൻ തരില്ല. നിങ്ങളുടെയൊക്കെ സഹായമില്ലാതെ പശുവിന്റെ പാലിറക്കപ്പെട്ട് ഞാൻ നോക്കട്ടെ. നിന്റെ മുഖം കണ്ടതൊന്നും സിംഹത്തിന്റെ പാലിറക്കാൻ ഞാൻ കൂട്ടുപിടിച്ച പോലെയാണ്. മോഹനകൃഷ്ണൻ ഇതൊക്കെ പുല്ലാണ്. ഒരു നാട്ടിലെ സകല ആൾക്കാർക്കും കരം തീർത്തും വസ്തു പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ വലുതല്ലോ ഒരു പാവ പശുവിനെ കറക്കുന്നത്. അതും വെറും 25 ലിറ്റർ. ഇങ്ങോട്ട് പശുവിനെ ഞാൻ കറക്കും, പാൽ സൊസൈറ്റി കൊണ്ട് കൊടുക്കും, പശുവിനെ കുളിപ്പിക്കുകയും ചെയ്യും, തീറ്റയും കൊടുക്കും. പക്ഷേ പാല് വിറ്റ് കിട്ടുന്ന 5 നയാ പൈസ രണ്ടുപേർക്ക് ഞാൻ തരില്ല. അത് ഒരുപാട് കാശില്ലേ? അതുകൂടി എന്ത് ചെയ്യും? അത് എനിക്ക് സൗകര്യമുള്ള ചെയ്യും. ഞാൻ ആ കാശ് കൊണ്ട് കള്ളു കുടിക്കും. അല്ലെ വേണ്ട, കള്ളു കുടിക്കില്ല. ഞാൻ ആ കാശ് കത്തിച്ച് കളയും. അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എന്തിനാ? മാറിക്കും. ഒരു ബക്കറ്റ് എടുത്തോണ്ടാ. കാമധേനു 10 ലിറ്റർ കറന്നുകൊണ്ടിരിക്കുമ്പോ മറ്റവരുടെ എടുത്തോണ്ട് വരാം. കാമധേനു കിട്ടാ. പാലിതാ പാല് തരില്ലേ? വാരൊരു ശല്യമാണല്ലോ ഇത്. ഇതിലിടകിട്ട് പിടിച്ചു നോക്കാം. കിട്ടി. ഇല്ല, പശുവിന്റെ അകിട് എവിടെയാണെന്ന് പോലും അറിയില്ല നിന്റെ ചേട്ടന്. അകത്തോട്ടങ്ങ് വെച്ചാലും. എന്നാലും മോഹനെ എന്നെ സമ്മതിക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ ചെയ്യൂ. പറഞ്ഞ പാലങ്ങോട്ട് മാറ്റത്. പാല് പൊക്ക അങ്ങോട്ട്. കബഡി കളിയോ? നിന്റെ ഏട്ടൻ എന്തായാലും കൊള്ളാം. കബഡി കളിയൊക്കെ അറിയാവുന്ന പശുവിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒന്ന് സഹായിച്ചല്ലോ ചേച്ചി. കളി എവിടം വരെ ചെല്ലുന്നൊന്നും നോക്കണം, എന്നിട്ടല്ലേ സഹായം. ആദ്യമൊക്കെ കുറച്ച് ട്രെയിൻ കാണുമായിരിക്കും, പിന്നെ അങ്ങ് ശീലാവും. വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതിന്റെ? എഴുതേക്ക്. പശുവിനെ കറന്നിട്ടാണ് എനിക്ക് കാശുണ്ടാക്കാൻ പോകുന്നത്. എഴുതേക്ക്. ബക്കറ്റ് എടുത്തോ. എന്തിനാ എന്റെ ബക്കറ്റ്? 25 ലിറ്റർ കറക്കണ്ടേ? എന്റെ വായിക്കുള്ളത് കേൾക്കുണ്ടോ? ഇവിടെ വരുന്നുണ്ടോ? ശിശുപാല, മോഹനകൃഷ്ണൻ ഇതുവരെ എത്തിയില്ലേ ശിശുപാല? സാറ് ഫോൺ ചെയ്തിരുന്നു. രാവിലെ ആശുപത്രിയിലും കണ്ട പോയിട്ടേ വരുള്ളൂന്നാ പറഞ്ഞു. ഈയിടെയായി എല്ലാ ദിവസവും മോഹനകൃഷ്ണന് ഓരോരോ കാരണങ്ങളാണ്. എന്തു പറ്റിയയാൾക്ക്? അല്ല, അതിപ്പോ സാറിന്നല്ല ഒരു പശുവിനെ വാങ്ങിച്ചു, അതിന്റെ തിരക്കായിരിക്കും. പശുവും ആശുപത്രിയും തമ്മിൽ എന്താ ബന്ധം? അല്ല, ചിലപ്പോ പശുവിനെ ആശുപത്രി കൊണ്ടുപോയതായിരിക്കും. അല്ല, തലമറിയുന്ന പശുവല്ലേ, കാലാവസ്ഥ പിടിച്ചു കാണില്ല. വല്ല ജലദോഷമോ തുമ്മലോ വയറ്റിന് പിടിക്കാൻ വല്ല വയറിളക്കോ വന്നതായിരിക്കും. അങ്ങനെ ഇതെന്താ മോഹനേഷ് സാർ, എന്തു പറ്റി? ഒരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എങ്ങനെ? പിന്നെ ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരാൻ ഇറങ്ങി വരികയായിരുന്നു. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്ന് എന്നെ ഒറ്റ തൊഴി. ഈ കൈയും കുത്തി ഞാനങ്ങ് വീണു. എന്നിട്ട് നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ മുട്ടിന്റെ ഇവിടെ ചെറിയൊരു പ്രശ്നം, പേടിക്കാനൊന്നുമില്ല. 2 ദിവസം കൊണ്ട് അഴിക്കാമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് വലത് കൈയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കൈ ശരിയാവുന്നവരെ ലീവ് എടുത്തുവിടായിരുന്നു. ഇതുപോലൊരു കാര്യത്തിന് 2 ദിവസം ലീവോ? ഒരിക്കലുമില്ല. എന്റെ ജോലി കൃത്യമായി ചെയ്യാൻ എനിക്കിത് ഈ ഒരു കൈ ധാരാളം മതി. ഓ, ആഹാ, ശരി ശരി, നടക്കട്ടെ. ഇവിടെ വെച്ചിരുന്ന
ഒന്നും കാണാനില്ല. സത്യം പറയാലോ സാറേ, സാറ് കയറി വന്നപ്പോ ഞാൻ കരുതിയത് ഓട്ടോറിക്ഷ ഇടിച്ചെന്നൊന്നുമല്ല. പിന്നെ വീട്ടിലുള്ളത് പുതിയ പശുവല്ലേ, അതങ്ങാണ്ട് തൊഴിച്ചതാണെന്നായി എനിക്ക് തോന്നിയത്. അല്ല, വെറും തോന്നല്. എന്റെ അയൽവക്കത്തുള്ള സുരേന്ദ്രൻപിള്ള ഒരു പശുവിനെ വാങ്ങിയിട്ട് അന്ന് മുതൽ അതിന്റെ തൊഴികൊള്ളാൻ തുടങ്ങിയതാ. രാവിലെ പശുവിനെ കറക്കാൻ സുരേന്ദ്രൻപിള്ള ചെല്ലും, പശു തൊഴിക്കും. സ്ഥിരമായി തൊഴി കൊണ്ടുകൊണ്ട് സുരേന്ദ്രൻപിള്ളയ്ക്ക് അതൊരു ശീലമായി. ഇപ്പൊ പശു തൊഴിച്ചില്ലെങ്കിൽ ആ സുരേന്ദ്രൻപിള്ളയ്ക്ക് സങ്കടം. അതിപ്പോ എല്ലാ പശുവും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഈ തൊഴിക്കാത്ത പശുവും ഉണ്ട്. പിന്നെ ഉണ്ടാവും. ഈ ചില പശുക്കളൊക്കെ ശിശുപാല ആദ്യമൊക്കെ തൊഴിക്കണം, പരിചയക്കുറവുണ്ട്. പിന്നെ പിന്നെ അറങ്ങ് ശരിയാവും. ഈശ്വര. എങ്കിലും എന്റെ ബുദ്ധിക്ക് ഒരു കാര്യം പറയാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കറവക്കാരനെ വയ്ക്കുന്നതാ നല്ലത്. സാറിന് രാവിലെ പശുവിനെ കറക്കാൻ എവിടാ നേരം? അതുമാത്രമല്ല, പരിചയക്കുറവിന്റെ പേരിൽ പശുവല്ല ഏനക്കേടും കാണിച്ച സാറിന്റെ മാനം പോവില്ലേ? വില്ലേജ് ഓഫീസർ പശുവിന്റെ തൊഴി കൊണ്ട് ആശുപത്രിയിലാണെന്നെങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ പിന്നെ വല്ല വിലയും ഉണ്ടാവൂ. അല്ല, ശിശുപാലൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ തൊഴി പേടിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ എന്റെ പശു തൊഴിക്കുന്നല്ലോ. എന്നാലും ഒരു കറവക്കാരനുള്ളത് നല്ലതാ അല്ലേ ശിശുപാല? ബെസ്റ്റല്ലേ? സാറിന് വേണമെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു കറവക്കാരനുണ്ട്, വിളിക്കാൻ ഞാൻ. വിളി. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണൻ, വില്ലേജ് ഓഫീസിലെ ശിശുപാലൻ പറഞ്ഞിട്ട് വന്നത്. ഓ, മനസ്സിലായി. ഭാമേ, ആരാ വന്നിരിക്കുന്നു? അതുപോട്ടെ, ഗോപാലകൃഷ്ണന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? അല്ല, ഞാൻ ഒരു ദിവസം രാവിലെ 17 പശുക്കളെയാണ് കറക്കുന്നത്. ഇത് 18ാമത്തെ പശുവാ. SBTയിലെ മഹേശ്വര സാറിന്റെ പശുവിനെ കറന്നിട്ട് കളക്ടറേറ്റിലെ സുരേന്ദ്ര സാറിന്റെ പശുവിനെ കറക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഇറങ്ങാം. നിങ്ങൾക്കായി ചെലവഴിക്കാൻ എനിക്കുള്ളത് 13 മിനിറ്റാണ്. ഭാമേ, ഇത് ഗോപാലകൃഷ്ണൻ, കറവക്കാരൻ. കറവക്കാരനല്ല, കാറ്റിൽ എഞ്ചിനീയർ. കാറ്റിൽ എഞ്ചിനീയർ. പരമ്പരാഗതമായി ഞങ്ങൾ കറവക്കാരാണ്. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അച്ഛനും കറവക്കാരായിരുന്നു. പക്ഷേ ഞാൻ കറവക്കാരനായതോടെ കറവിൽ മോഡേൺ ടെക്നോളജി കൊണ്ടുവന്നു. നീ ചുമ്മാരി. അതായത് ഇത് ലാപ്ടോപ്പാണ്. പശുവിന്റെ ഉയരം, വണ്ണം, തൂക്കം എന്നിവ ഞാനിതിൽ ഫീഡ് ചെയ്യും. ഓരോ ദിവസവും കിട്ടുന്ന പാലിന്റെ അളവും പശുവിന്റെ തൂക്കവും തമ്മിൽ ബന്ധമുണ്ട്. പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കുകയാണ്. ബൈ ദ ബൈ, ഒരു ദിവസത്തെ എന്റെ കൂലി 200 റുപ്പീസാണ്. ഒരു ദിവസം 200 രൂപ? സാറ് തർക്കിക്കണ്ട. വിമാനം പറപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും കെട്ടിടം പണിയാനും ആളെ കിട്ടും. പക്ഷേ കറവക്കാരെ അന്യം നിന്നു പോകുന്ന വിഭാഗം. 200 രൂപയെ 10 പൈസയും കുറയത്തില്ല. അപ്പോ ഞാൻ തുടങ്ങട്ടോ? ഭാമ, കാര്യം നിസ്സാരം